കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബ് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 9ാമത്തെ പാഠം, യെരുശലേം വിവാദങ്ങൾ എന്നുള്ളതായ ഈ പാഠം പഠിക്കുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ്, ഇന്ന് ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. പാസ്റ്റർ എഡ്വിൻ, ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു സർ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന് എതിരെയുള്ളതായ ചില ആരോപണങ്ങളും ചില കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുന്നതിന് വേണ്ടി തക്കം പാർക്കുന്നതായ ചില വസ്തുതകളെയും കുറിച്ചാണ്. ആയതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജകീയമായ ആ ഓശാന യാത്ര, ഇതെല്ലാമാണ് ഈ 11ാമത്തെ അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 11ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 11ാം അധ്യായം 25ാം വാക്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ട് എങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. പാസ്റ്റർ, ഈ മനപ്പാഠവാക്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായ പ്രാർത്ഥനയുടെയും എപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിച്ച് ദൈവത്തോട് നീതി പ്രാപിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ പാഠം ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. ശിഷ്യന്മാരത് പ്രവർത്തിക്കുന്നു. ആ സംഭവം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജനം യേശു ക്രിസ്തു ആരാണ് എന്നറിയാൻ വേണ്ടി ചെയ്തതായ ഒരു വലിയ പ്രവൃത്തിയാണ്. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? യെരുശലേമിലേക്ക് ഏകദേശം 3 മൈൽ ദൂരമുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുമ്പോഴാണ്, ബെഥാനിയയുടെ അടുത്തുള്ള ആ സ്ഥലത്ത് എത്തിയിരിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ നിന്ന് ഒരു കഴുതക്കുട്ടി കൊണ്ടുവരാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നോക്കുമ്പോൾ, പണ്ട് കാലങ്ങളിൽ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കൾക്കും അതേപോലെ രാജകീയമായിട്ടുള്ള കാര്യങ്ങൾക്കും പഴയതായിട്ടുള്ളതിനെ ഉപയോഗിക്കാറില്ല, പുതിയ കാര്യങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ എന്താണ് ഉത്തരം പറയേണ്ടത്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് കർത്താവിന് ആവശ്യമുണ്ടെന്ന്. അതുപോലെ അവർ പോകുന്നു, കാണുന്നു, ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഉത്തരം പറയുന്നുണ്ട്. കർത്താവിന് വേണ്ടി ആ കഴുതക്കുട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. കർത്താവിനെ ആ കഴുതപ്പുറത്ത് കയറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഭവനിയായി യാത്ര തുടങ്ങുന്നു. ഇതിൻ്റെ ഒരു അടയാളം നമ്മൾ നോക്കുമ്പോൾ, പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ ഈ രാജസ്ഥാനം ഏറ്റെടുക്കുന്ന മുമ്പായി പൊതുവായിട്ട് അവർ കഴുതയുടെ പുറത്ത് കയറി വരുന്ന അനുഭവമാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് താൻ ഒരു രാജരീകമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അടയാളമായി അവിടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവായ യേശു ക്രിസ്തു അനേക പ്രവചനങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഇതും വാസ്തവത്തിൽ ആ സംഭവം നടക്കുന്നത് വരെ അതൊരു പ്രവചനമായിട്ട് നിലനിന്നിരുന്നതായ ഒരു കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു, നിങ്ങൾ അവിടെ പോയി ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം എന്ന് പറയുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് മുൻപ് സെക്രിയാവിൻ്റെ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ചൊരു പ്രവചനം പറയുന്നുണ്ട്. ആ പ്രവചനം എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നിവൃത്തിയാകുന്നത്? സെക്കരിയ പ്രവചനം 9ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, യെരുശലേമിലെ രാജാവ് അല്ലെങ്കിൽ മശിഹ കഴുതപ്പുറത്താണ് എഴുന്നള്ളുന്നത് എന്ന്. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു ആ പ്രവചനം കൃത്യമായിട്ട് നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ സെക്കരിയ പ്രവചനം 1ാം അധ്യായം അതിൻ്റെ 9ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണ് എങ്കിൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഭാഗത്ത്
ഗ്രീക്കിലെ ശക്തനായ രാജാവായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി യെരുശലേമിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അതിൻ്റെ 9-10 വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി യെരുശലേമിലേക്ക് രാജകീയ പ്രൗഢിയിൽ രഥത്തോടും അതുപോലെ തന്നെ സേനാനായകന്മാരോടൊപ്പം എഴുന്നള്ളുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു രാജാവും കർത്താവുമായിരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് ഇവിടെ വരുന്നത് കഴുതപ്പുറത്താണ് എഴുന്നള്ളുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു താഴ്മയുടെ അനുഭവത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കഴുതയെയാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഗ്രന്ഥകർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കുന്നതിന് മുമ്പ് അദന്യാവ് എന്ന് പറയുന്ന തൻ്റെ മറ്റൊരു മകൻ രാജാവാകാൻ ശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ദാവീദ് രാജാവ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു മുമ്പേ തന്നെ ശലോമോനെ രാജാവാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വാക്തത്വ നിവർത്തീകരണം നടത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പ് ഇവിടെ യെരുശലേമിലേക്ക് രാജകീയമായിട്ട് ഈ സെക്കരിയ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം എന്ന വണ്ണം ഇവിടെ കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ, കർത്താവായ യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു അത്ഭുതം ഈ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു അത്തിയെ നോക്കി ശപിക്കുന്നതായിട്ട് കാണാൻ തൊക്കെ സാധിക്കും. എന്തുകൊണ്ടാണ് അത്തിയെ നോക്കി ശപിച്ചത്? ഈ ഒരു സംഭവം നേരത്തെ നമ്മൾ പഠിച്ച ആ സംഭവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവ് അങ്ങനെ വരുമ്പോൾ പ്രഭാതത്തിൽ ആ ഒരു വിശപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വിശപ്പ് ഉണ്ടാകുമ്പോൾ വഴിയരികെ ഈ അത്തി വൃക്ഷത്തിനെ കർത്താവ് കാണുന്നുണ്ട്. ഒരു അത്തി വൃക്ഷമല്ല, പല അത്തി വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രത്യേകിച്ച് കർത്താവ് ഏത് അത്തി വൃക്ഷത്തിൻ്റെ അടുത്ത് കാണാൻ പോയോ അതിൽ ഇലകൾ നന്നായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ പൊതുവായിട്ട് ഈ അത്തിമരങ്ങളെന്ന് പറയുമ്പോൾ ഇലകൾ വരുന്നതിന് മുമ്പേ ഈ കായ് വരുന്ന ഒരു പതിവുണ്ട്. അപ്പം നല്ലതായിട്ട് ഇല ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ഫലം കാണും എന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഫലം കാണുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയോട് കൂടെയാണ് അവിടെ വരുന്നത്. എന്നാൽ വന്ന് നോക്കിയപ്പോൾ അതിൽ ഫലനൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇനി മുതൽ നിന്നിലിരുന്ന ആരും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കർത്താവ് ശപിക്കുന്നതായിട്ട് നമ്മൾ കരിഞ്ഞു നിൽക്കുന്നത്. ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകർ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം അത്തിവൃക്ഷത്തെ ശപിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തിവൃക്ഷത്തെ യഹൂദന്മാരോട് ഉപമിച്ചിരുന്നു. ഈ വൃക്ഷത്തെ ശപിക്കുന്നതിലൂടെ യഹൂദന്മാർക്ക് ദൈവം നൽകിയതായ ഒരു വലിയ പാഠവും കൂടെയാണ്. ഫലം കായ്ച്ചില്ല എങ്കിൽ അവരുടെയും ഗതി സമാനമായിരിക്കും എന്നുള്ളതായ ഒരു വലിയ പാഠമാണ് യഹൂദന്മാർക്ക് കൊടുത്തത്. അത് യഹൂദന്മാർക്ക് അന്നുണ്ടായിരുന്നവർക്ക് അത് മനസ്സിലായി എന്നാണ് നാം പ്രവചനാത്മ രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. പാസ്റ്റർ, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ കച്ചവടക്കാരെ കൊണ്ട് നിരന്ന് ഇരിക്കുന്നതായ ഒരു അവസ്ഥയുണ്ടായി. യേശു ക്രിസ്തു അവരെയൊക്കെ ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിക്കുന്നതായിട്ട് കണ്ടു. എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു അത്തരത്തിലുള്ളതായ ഒരു ക്രിയയിൽ ഏർപ്പെട്ടത്? കർത്താവ് യേശു ക്രിസ്തു അവിടെ യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് ഈ പാഠത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവാണ് ഇപ്രകാരത്തിലുള്ള ഒരു പ്രക്രിയ, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തെ അവർ വിശുദ്ധമായി കണ്ടിരുന്നു. അവിടെ ഇതുപോലെയുള്ള കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുവാൻ അനുവദിച്ചില്ലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നെഹമ്യാവിൻ്റെ പ്രവചനത്തിൽ വരുമ്പോൾ അവിടെ ചുമന്നുകൊണ്ട് ആ ശബത്ത് നാളിൽ നിങ്ങൾ അകത്തേക്ക് കടന്നു വരരുത് എന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശം അവിടെ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം കർത്താവ് യേശു ക്രിസ്തു യെരുശലേമിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്ന സമയത്ത്
ഈ കയ്യഫാവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാവിൻ്റെ നിർദ്ദേശപ്രകാരം യെരൂശലേം ദേവാലയത്തിൽ ഇതുപോലുള്ള കച്ചവടക്കാരെ കൊണ്ട് നിറയുന്നതായിട്ടുള്ള അവസരത്തിലാണ് കർത്താവ് യേശുക്രിസ്തു അവരെ അടിച്ചോടിക്കുന്നതും ഇത് സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, അല്ലാതെ ഇതൊരു കച്ചവടത്തിൻ്റേതായിട്ടുള്ള ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഒരു മേഖലയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു അവരെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പാസ്റ്റർ, നമ്മുടെ ഈ ഭാഗത്തുള്ളതായ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനോട് ധാരാളം ചോദ്യങ്ങൾ പരീശന്മാരും ശാസ്ത്രിമാരും ചോദിച്ചിരുന്നു. എന്നാൽ ഈ ഒരു അവസരത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് നീ ഇവയെല്ലാം എന്ത് അധികാരത്തിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ഒരു മറു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തായിരുന്നു? പൊതുവായിട്ട് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളിലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവിനെയും അതോടുകൂടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു ഇല്ലായ്മയെ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അവർക്ക്. അപ്പോൾ ഇവർ എന്ത് അധികാരം കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ കൊടുത്ത സ്നാനം ആരിലിരുന്ന് ഉണ്ടായതാണ്? മനുഷ്യരിൽ നിന്നാണോ ദൈവത്തിലിരുന്നാണോ? അപ്പോൾ അവർ തമ്മിൽ അവർ ചിന്തിക്കുകയാണ്. ദൈവത്തിലിരുന്ന് പറയുകയാണെങ്കിൽ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചു, ദൈവപുത്രനാണ് എന്നുള്ളതിനെ അത് അവർ അംഗീകരിക്കണം. മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇരുന്ന് എന്ന് പറയുകയാണെങ്കിൽ ജനം കല്ലെറിയും. കാരണം ജനം യോഹന്നാനെ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് മറു ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ മിണ്ടാതിരുന്നതായിട്ട് നമ്മൾ കാണും. പാസ്റ്റർ മഹേഷ്, ഈ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം ഇടപെട്ടതിന് ശേഷം, അഥവാ മറുചോദ്യങ്ങളിലൂടെ ഈ തന്നെ ചോദ്യം ചെയ്യാൻ വന്നവരെ നിശബ്ദരാക്കിയിട്ട് കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ പറയുന്നു. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെയും അതിനെ നോക്കാൻ വേണ്ടി ആക്കിയിരുന്നതായ കുടിയാന്മാരുടെയൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. ഈ ഉപമ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കും കർത്താവ് യേശുക്രിസ്തു വീണ്ടും മെശിയ പ്രവചനം 5-ാം അധ്യായത്തിൽ നിന്നും എടുത്തുദ്ധരിച്ചാണ് ഈ ഉപമ പറയുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഉപമയെ ഒന്നുകൂടെ കർത്താവ് യേശുക്രിസ്തു എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ സ്ഥലം അല്ലെങ്കിൽ ആ കുടിയാന്മാരെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. കുടിയാന്മാരെന്ന് അല്ലെങ്കിൽ അതിൻ്റെ കുടിയാന്മാരെന്ന് പറയുന്നത് ആ ദൈവം അത് ഏൽപ്പിച്ചിരുന്നതായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങളെയാണ് അത് ഉദ്ദേശിച്ചിരുന്നത്, അത് ഏൽപ്പിച്ചിരുന്നതായിട്ടുള്ള ആളുകളെയാണ്. എന്നാൽ ഈ യജമാനൻ പോയുന്ന സമയത്ത് അവരെ ഏൽപ്പിച്ചു തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് അവരോട് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ വിടുന്നു അത് വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എടുക്കുന്നതിന് വേണ്ടി. ആ സമയത്ത് അവരെ എല്ലാം അടിച്ചോടിക്കുന്നു അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നു. അതിനുശേഷം സ്വന്തം പുത്രനെ വിട്ടാലെങ്കിലും അവരൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ അത് തിരികെ നൽകും എന്നുള്ള വിശ്വാസത്തോടെ സ്വന്തം പുത്രനെ വിടുന്നു. എന്നാൽ അവർ സ്വന്തം പുത്രനെയും അവിടെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊല്ലുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിങ്കൽ യഹൂദർ എന്ത് ചെയ്യാൻ പോകുന്നോ അതേ കാര്യം കർത്താവ് യേശുക്രിസ്തു യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഉപമയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അയക്കപ്പെട്ടതായ ആ പുത്രൻ എന്ന് പറയുന്നത് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. നേരത്തെ അയക്കപ്പെട്ടതായ ആൾക്കാരെല്ലാം പ്രവാചകന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. പാസ്റ്റർ, കർത്താവായ യേശുക്രിസ്തു ഈ മനുഷ്യരുമായി ഇടപെട്ടതായ സമയത്ത് പരീശന്മാർ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നികുതി അടയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. ആ നികുതി അടയ്ക്കുന്നതിനെക്കുറിച്ച് യേശുക്രിസ്തു എന്ത് പറഞ്ഞു? കർത്താവ് അവരോട് ചോദിച്ചു, എൻ്റെ ഒരു നാണയം, ഒരു കോയിൻ എൻ്റെ അടുക്കിലേക്ക് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിലിരുന്ന ആ സിമ്പിൾ ആരുടേതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സീസറിൻ്റെതാണെന്ന് അവർ പറയുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക. അവർ ചിന്തിച്ചു വന്നത് കർത്താവിൻ്റെ വാക്കുകളിൽ കർത്താവിനെ കൊടുക്കാം അല്ലെങ്കിൽ നികുതി കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഈ റോമാക്കാരെ കൊണ്ട് കർത്താവിനെ ഉപദ്രവിക്കാം എന്നുള്ളതായിട്ടാണ് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ മറുപടി ആക്കുന്നത്, ദൈവവചനത്തിന് വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാം. എന്നാൽ ദൈവ കൽപ്പനയാണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൽപ്പനയാണോ എന്ന് വരുമ്പോൾ ദൈവകൽപ്പനയ്ക്കാണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്, അതനുസരിക്കേണ്ടത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്,
നമ്മൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ കർക്കശമായി ഉപദേശിക്കുകയും അത് അനുവർത്തിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ നികുതി കൊടുക്കുന്നതും. ഇപ്പോൾ സർക്കാരിന് കൊടുക്കേണ്ടതായ നികുതി നാം കള്ളത്തരം കാണിച്ച് അത് വെട്ടിച്ച് കൊടുക്കാതിരിക്കാനുള്ളതായ ഉപായങ്ങൾ കാണരുത് എന്നും കൂടുള്ളതായ ഒരു ഉപദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നാം ദൈവത്തിനുള്ളത്, കർത്താവ് യേശുക്രിസ്തു അതാണ് പറയുന്നത്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. അപ്പോൾ കൈസർക്ക് കൊടുക്കാനുള്ളതും നമ്മൾ കൊടുക്കണം, ദൈവത്തിനുള്ളതും കൊടുക്കണം. അപ്പോൾ നാം ദൈവത്തിന് കൊടുക്കാൻ കാണിക്കുന്നതായ അതേ ശുഷ്കാന്തി കൈസർക്ക് കൊടുക്കുന്നതിനും കാണിക്കണം. നാം നികുതി കൊടുക്കാതെ നമ്മെ സർക്കാർ പിടിച്ച് കണ്ടുകെട്ടി നമ്മളെ ജയിലിലടച്ച് നാണം കെടുത്തുന്നതിന് പകരം നാം കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം, നമ്മുടെ കണക്കുകളൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് കൊടുക്കണമെന്നുള്ളതായ ഒരു ഉപദേശം കൂടെ ഈ വേദഭാഗത്തുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. ഈ കാര്യത്തിലും കർത്താവ് യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ വാക്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് യേശുക്രിസ്തു അവരുടെ എല്ലാ ഉപായങ്ങളും മനസ്സിലാക്കി കൃത്യമായ മറുപടി നൽകുകയും അത് പിന്നത്തെ ഇതിൽ പലപ്പോഴും അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായി മാറുകയും ചെയ്യുന്നതായ കാഴ്ചയാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശുക്രിസ്തുവിന് കൊടുക്കുന്നതിന് വേണ്ടി ചോദിച്ചതായ അനേക ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. മറ്റൊരു ചോദ്യം കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിച്ചത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യം ഉയർന്നത്? യേശുക്രിസ്തു നൽകിയതായ ഉത്തരം എന്താണ്? അതിൽ അന്തർലീനമായിരിക്കുന്നതായ മർമ്മങ്ങൾ എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരും ഉള്ളതുപോലെ തന്നെ സാധൂക്യരെന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഭാഗത്തിലുള്ള അവരുണ്ടായിരുന്നു. അവർ ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കർത്താവ് യേശുക്രിസ്തുവിനെ അതിൽ കൊടുക്കുന്നതിന് വേണ്ടി അവർ ചോദിച്ചതായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും ഈ ചോദിക്കുന്നതായിട്ടുള്ള കാര്യം യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കസ്റ്റമായിരുന്നു. അതായത് ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം ആ വ്യക്തി മരിച്ചു പോവുകയാണ് എങ്കിൽ ആ സ്ത്രീക്ക് ആ വ്യക്തിയുടെ സഹോദരനെ വീണ്ടും വിവാഹം കഴിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു നിയമം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ പഴയ നിയമ പുസ്തകത്തിലും അത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സാധൂക്യന് വന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ആ വ്യക്തി മരിച്ചുപോയി, അതിനുശേഷം ആ സ്ത്രീ വീണ്ടും അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ അദ്ദേഹവും മരിച്ചു പോകുന്നു, അങ്ങനെ മാറി മാറി 5 വിവാഹം ഈ സ്ത്രീ കഴിക്കുന്നു സഹോദരങ്ങളെ. അതിനുശേഷം ഈ സ്ത്രീയും മരിക്കുന്നു. ഈ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ സ്ത്രീ ആരുടെ ഭർത്താവായിരിക്കും? കാരണം ഈ ഭൂമിയിൽ 5 പേർക്കും ഭർത്താവായിരുന്നു. അപ്പോൾ വീണ്ടും പുനരുത്ഥാനത്തിൽ ആർക്ക് ഭാര്യയായിരിക്കും എന്നുള്ളതാണ് സാധൂക്യയുടെ ചോദ്യം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു അവരോട് പറയുന്നു, പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് വിവാഹം എന്നുള്ളതായിട്ടുള്ള ഒന്നില്ല, അല്ലെങ്കിൽ ഇവർക്കാർക്കും ഭാര്യയായിരിക്കത്തില്ല, മാലാഖമാരെ പോലെ അല്ലെങ്കിൽ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ആ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. പാസ്റ്റർ, കർത്താവ് യേശുക്രിസ്തു ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതായ സമയത്ത് അവിടെ ചുറ്റും നിന്നതായ സദൂക്യരൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിലുള്ളതായ എല്ലാ ക്രൈസ്തവരും കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഈ പുനരുത്ഥാനം നാം വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുനരുത്ഥാനം എന്ന് പറയുന്ന ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ വൃഥാവായി പോകും. ക്രിസ്തുവിൽ മരിക്കുന്നവർ അവർ എഴുന്നേൽക്കും എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യാശയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും കർത്താവിനായി ജീവിക്കുന്നതും കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ചിലപ്പോൾ രക്തസാക്ഷിയായി മരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രായം ചെന്ന് മരിക്കുകയാണെങ്കിലും കർത്താവ് വരുമ്പോൾ ആ പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കും എന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ദൈവത്തിൻ്റെ വചനം തൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴും നമുക്ക് ഒരു സ്ഥായിയായ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? എങ്ങനെയാണ് യേശുക്രിസ്തു അത് വിവരിക്കുന്നത്?
ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ആ വ്യക്തി ചോദിക്കുന്നു, കൽപ്പനകളിൽ ഏതാണ് ഏറ്റവും വലിയ കൽപ്പനയെന്ന്. എന്നാൽ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ പലരും കർത്താവ് യേശു ക്രിസ്തു നൽകിയതായിട്ടുള്ള ആ ഉത്തരം എടുത്തുകൊണ്ട് പറയുന്നു കൽപ്പനയൊക്കെ നീങ്ങിപ്പോയി, അല്ലെങ്കിൽ കൽപ്പനയെ മാറ്റിയിട്ട് ദൈവം 2 പുതിയ കൽപ്പനകൾ നൽകിയിരിക്കുന്നു എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ളൊരു കാര്യം, സ്വർഗത്തിലെ ദൈവം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് കൽപ്പന നൽകുന്നതായിട്ടുള്ള സമയത്ത് ഈ കൽപ്പനകളെ 2 കൽപ്പലകയിലാണ് എഴുതി നൽകിയത്. അത് ഒന്ന് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അടുത്തത് മനുഷ്യരും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് ആ വ്യക്തി ആ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഒന്ന് ആവർത്തന പുസ്തകത്തിൽ നിന്നും എടുത്തുദ്ധരിച്ച് പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണമെന്ന്. അത് 1-ാമത്തെ കൽപ്പലകയിലെ ആ കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു ഇത് എന്ന് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നു, 2-ാമത്തെ കൽപ്പന അതിലോട് ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇതും കർത്താവ് യേശു ക്രിസ്തു ലേവ്യ പുസ്തകത്തിൽ നിന്നും എടുത്തുദ്ധരിച്ചാണ് പറയുന്നത്. അത് 2-ാമത്തെ കൽപ്പലകയിലെ 6 കൽപ്പനകളെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ കർത്താവ് യേശു ക്രിസ്തു ഒരു പുതിയ കൽപ്പന അല്ലെങ്കിൽ 2 പുതിയ കൽപ്പനകൾ അവർക്ക് നൽകുന്നില്ല. ആദ്യത്തെ ആ 10 കൽപ്പനകളെ ഇവിടെ വീണ്ടും ഒന്ന് സംഗ്രഹിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആകെത്തുകയെ എടുത്ത് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ കൽപ്പനകളെക്കുറിച്ച് ഈ വ്യക്തിയോടും അവിടെ കൂടി നിന്നതായ മനുഷ്യരോടും പറഞ്ഞപ്പോൾ അവിടെ നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം പഴയ നിയമത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നതായ യഹൂദന്മാർ ഭൂരിപക്ഷം പേരും ഈ പഴയ നിയമത്തിൽ വിദ്യ അഭ്യസിച്ചിട്ടുള്ളവരും അത് ഹൃദിസ്ഥമാക്കിയവരും അതനുസരിക്കുന്നവരുമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ 2 പ്രധാന കാര്യങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അന്തസത്ത എന്നാണ്. പക്ഷേ ഇന്ന് നാം മനുഷ്യരോട് ഈ തരത്തിൽ പറയുമ്പോൾ പറയും കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ ലംഘിച്ചു, അത് വേണ്ട എന്ന് പറഞ്ഞു, ആകെ 2 കൽപ്പന മാത്രം മതി എന്നൊക്കെ പറയും. ശരിക്കും കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഈ 2 കൽപ്പനകളിൽ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകരും ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവരാജ്യത്തിൽ കടക്കുവാൻ അത് ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ 2 പേരെയും ദൈവനാമത്തിൽ നന്ദി പറയും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരുന്നു കൊണ്ട് വചനം പഠിക്കുകയുണ്ടായി. അനേക മർമ്മങ്ങളെ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കാരണമായി. ഞങ്ങൾ ഗ്രഹിക്കുന്നവരും ആയിട്ട് മാത്രമല്ല, ദൈവരാജ്യത്തിൽ കടക്കുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ആവശ്യങ്ങളിലിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ പ്രിയ മക്കളോടുകൂടെ ഇരിക്കണം. ഇന്ന് പാഠം പഠിച്ചത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിലല്ല, മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുസരിച്ച് അവനെ അനുഗമിക്കുന്നതിലാണ് നമുക്ക് നിത്യജീവൻ ഉള്ളത്. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.